ഹായ് ഓൾ, സെക്കൻഡ് സെമ്മിലെ കൺസെപ്റ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ പൊളിറ്റിക്കൽ തിയറി. അതിൽ പ്രധാനമായും ഫസ്റ്റ് വരുന്നത് ലോയും ലോയിൻ്റെ മീനിങ്ങും സോഴ്സസുമാണ്. നമുക്ക് ആദ്യം ലോ എന്തെന്ന് നോക്കാം. ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്, ഒരു സ്റ്റേറ്റ് നന്നായി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോഡി ഓഫ് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു സ്റ്റേറ്റിൽ ജസ്റ്റിസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് പറയാം? ഒരു സെറ്റ് ഓഫ് റൂൾസ് കണ്ടക്ട് എക്സ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ഫോർ ഓൾ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ടു ഒബേ ആൻഡ് ഫോളോ. എല്ലാവർക്കും എന്തുണ്ടാവും? നിയമമുണ്ടാവും. അല്ലെങ്കിൽ ഒരാൾക്ക് എന്താ ഒരു നിയമം, മറ്റവർക്ക് മറ്റു നിയമം എന്നല്ല, എല്ലാവർക്കും ഒരേപോലത്തെ നിയമമാണ് ഉണ്ടാവുക. മനുഷ്യന്മാരുടെ ആക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യും? ആ ലോ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യർ ലോക്ക് എതിരെ പ്രവർത്തിച്ചാൽ എന്ത് കിട്ടും? പണിഷ്മെന്റ് കിട്ടും. ലോ എന്ന് പറഞ്ഞ വേൾഡ് ഉണ്ടായത് നോക്കാം. ലോ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്യുന്നത് ലേഗിൽ നിന്നാണ്. ലേഗ് എന്ന് പറഞ്ഞാൽ ലേ ഓർ പ്ലേസ്, ടു സെറ്റ് ഓർ ടു ഫിക്സ് സംതിങ് ഇൻ എൻ ഈവൻ മാനർ. എല്ലാവർക്കും ഒരേപോലെ എന്താണ് നൽകപ്പെടുന്നതാണ് നിയമം എന്ന് പറയുന്നത്. കുറച്ചും കൂടി ആഴത്തിൽ നോക്കുമ്പോൾ ലോ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത് ലാറ്റിൻ വേർഡായ ജസ്റ്റിൽ നിന്നാണ്. മീൻസ് ബെൻഡ് ഓർ ടൈ. ആ ഒരു എവിടുന്നാണ് ഇവോൾവ് ചെയ്യുന്ന ആ രണ്ട് വേർഡും നോക്കി വെക്കുക. ലോ സ്റ്റേറ്റ് ആണ് എൻഫോഴ്സ് ചെയ്യുന്നത്. ആരെങ്കിലും ലോനെ വയലേറ്റ് ചെയ്താൽ അവർക്ക് പണിഷ്മെന്റ് കിട്ടും. ലോന്റെ എയിം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് ജനറൽ വെൽഫെയർ, പൊതുക്ഷേമവും അതേപോലെ തന്നെ വ്യക്തിപരമായ ക്ഷേമത്തിനും അത് പ്രാധാന്യം നൽകുന്നു. ലോ പ്രാധാന്യം നൽകുന്നു. ലോ എങ്ങനെയാണ് ഉണ്ടായത്? അതിന്റെ ഉത്ഭവം, സോഴ്സസ് ഓഫ് ലോ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റം ആണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഓരോരുത്തർക്കും ഓരോ കസ്റ്റം ഉണ്ടാവും. അത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആവും. പിന്നീട് ലോ ഉണ്ടാക്കുമ്പോൾ ഈ ഓരോ കസ്റ്റംസും എന്താണ് സഹായിച്ചിട്ടുണ്ട്. സെക്കൻഡ് ആയിട്ട് വരുന്നത് റിലീജിയൻ ആണ്. കുറേ റിലീജിയസ് ലോ ഒക്കെ നമ്മുടെ ലോ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേർഡ് സോഴ്സ് എന്ന് പറയുന്നത് അഡ്ജുഡിക്കേഷൻ ആണ്. അഡ്ജുഡിക്കേഷൻ എന്ന് പറയുമ്പം രണ്ടാൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ ഏറ്റവും ബുദ്ധിപരമായ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താ പറയുക നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു വൈസ് മാൻ എന്ത് ചെയ്യും? അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കും. മൂന്നാമതൊരാൾ ഇടപെട്ട് ആ പ്രശ്നം തീർക്കും. അതിനെയാണ് അഡ്ജുഡിക്കേഷൻ എന്ന് പറയുക. നാലാമത്തെ സോഴ്സാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ലോ നിയമം എന്താണ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു സമയത്തെ കോമൺ സെൻസും ഫെയർനെസ്സും ഒക്കെ വെച്ചിട്ട് ജഡ്ജ്മെന്റ് നൽകും. അതിനാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുക. അഞ്ചാമത്തത് വരുന്നതാണ് ലെജിസ്ലേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ലെജിസ്ലേഷൻ ഓരോ സ്പെസിഫിക് റൂള് കൊണ്ടുവരും. ആ ഒരു ബുക്കിൽ ഇപ്പോൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടായത് ലെജിസ്ലേഷൻ വഴിയാണ്. അതുമാതിരി ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടാവും? ഒരു സ്പെസിഫിക് റൂൾ ഉണ്ടാവും. കസ്റ്റം, റിലീജിയൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ആയിരിക്കും. പക്ഷേ ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാം നോക്കിയിട്ടൊരു സ്പെസിഫിക് റൂൾ തന്നെ കൊണ്ടുവരും. സ്റ്റാൻഡേർഡ് വർക്ക്സ് പല സയൻറ്റിഫിക് തിങ്കേഴ്സിൻ്റെയും അതേപോലെ തന്നെ ഫിലോസഫേഴ്സിൻ്റെയും ജൂറിസ്റ്റിൻ്റെയും ഒക്കെ വർക്ക്സ് ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ലോ എന്താണ് ഇവോൾവ് ചെയ്തത് സ്റ്റാൻഡേർഡ് വർക്ക്സ് എന്നും കൂടിയാണ്. ലാസ്റ്റ് ഫാക്ടറാണ് റോമൻ ലോ എന്ന് പറയുന്നത്. റോമൻ ലോ എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ റോമിലൊരു ലീഗൽ സിസ്റ്റമാണ്. റോമൻ ലോ കൊണ്ടുവന്നത് എംപറർ ജസ്റ്റീനാണ്. അതിനെ ജസ്റ്റീനിയൻ കോഡ് നമ്മൾ വിളിക്കും. റോമൻ ലോ ജസ്റ്റ് സിവിൽ എന്നുവെച്ചാൽ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ലോ ഫോർ സിറ്റിസൺ. ജസ്റ്റ് ജെന്റിയം, ലോ ഫോർ പീപ്പിൾസ്. ലോ ഫോർ പീപ്പിൾസ് എന്ന് പറയുമ്പോൾ ഫോറിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ലോ. അതേപോലെ തന്നെ ജസ്റ്റ് നേച്ചറൽ ലോ. ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടിട്ട് ഇതാണ് ലോന്റെ മീനിങ്ങും സോഴ്സസും വരുന്നത്. ഇത് നിങ്ങൾ എന്താണ് ലോന്റെ മീനിങ്ങും ആ വേർഡ്സ് എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളതും അതേപോലെ തന്നെ സോഴ്സസ് ആ 7 പോയിന്റ് ഒന്ന് നോക്കി വെക്കിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. അതാണ് മീനിങ്ങും സോഴ്സസും കൊണ്ട് അർത്ഥമാക്കുന്നത്. താങ്ക് യു.